സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ. ചില ആളുകൾക്ക് മരണം വരുമ്പോൾ അവരിങ്ങനെ റബ്ബിനോട് കെഞ്ചി പറയുന്നതാണ്, പടച്ചോനെ ഒന്ന് മടക്കിത്തരുമെന്നാണ്. എന്തിനാ മടക്കിത്തരുന്നത്? ആ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കുട്ടിൻ്റെ കല്യാണം ഇങ്ങനെ എല്ലാ അവസാനത്തെ വർക്കിലായിരുന്നു. പടച്ചോനെ 2 ദിവസം കൂടി ഒന്ന് നീട്ടിത്തരാന്ന് എൻ്റെ കുട്ടിൻ്റെ കല്യാണത്തിൽ പങ്കെടുത്തിട്ട് എനിക്ക് തിരിച്ചു വരായിരുന്നു. അതിനൊന്നുമല്ല. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലുമില്ല. എന്തിനാ റബ്ബിനോട് കെഞ്ചണെന്നറിയോ? ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്തു. അല്ലാഹുവേ, കഴിവുണ്ടായിട്ടും സാഹചര്യമുണ്ടായിട്ടും സന്ദർഭമുണ്ടായിട്ടും ഞാൻ ഉപേക്ഷ വരുത്തിയ കണ്ടമാനം അമലുകളുണ്ട് റബ്ബേ, അതൊന്നും കൂടെ പോയിട്ടൊന്ന് ചെയ്തു വരാനുള്ളൊരു സാവകാശം എനിക്ക് നീ നൽകുമോ? പല ആളുകളും കടന്ന് വിലപിക്കുന്നതാണ്. സഹോദരങ്ങളെ, റബ്ബ് എന്താ പറയാ? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖും ഇലാ യൗമി യുബ്അസൂൻ. വിട്ടേക്കടോ, അത് വെറും ഒരു വർത്താനാണെന്നാണ്. ഒരു വർത്താനമാണ്. കഴിഞ്ഞു. അവസാനത്തെ ബെല്ലും മുഴങ്ങി, അവസാനത്തെ വിസിലും വന്നു. ഇനി നിന്നെ ആളുകൾ ആ കഫൻ പുടവയിലേക്ക് എടുത്തു വെക്കും. ഇനി നിന്നെ ആളുകൾ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കും. നിന്റെ പേരും നിന്റെ നാളും നിന്റെ അഡ്രസ്സുമെല്ലാം മാറിക്കഴിഞ്ഞു. നാളിതുവരെ നീ ഓടിയതും ഈ എടങ്ങറായത് മുഴുവനും സമ്പത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, ഭൗതിക ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ, നിന്റെ കണ്ണടക്കുന്നതോടുകൂടെ അതിനൊക്കെ വേറെ അനന്തരാവകാശികൾ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി നിനക്കുള്ളത് 6 അടി മണ്ണ് മാത്രമാണ്. ആ 6 അടി മണ്ണിലേക്ക് നീ കാലേ കൂട്ടി ചെയ്തു വെച്ചത് മാത്രമാണ്. സഹോദര, കിട്ടിയ അവസരങ്ങളെല്ലാം തുലച്ചു കളഞ്ഞ ആളുകൾ അവിടെ വിലപിക്കുകയാണ്. അവസാനത്തെ ബെല്ല് മുഴങ്ങിയിട്ടാണ് ആ വിലാപം. വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് എന്താ അറിയോ, ഈ ആയത്തുകളൊക്കെ സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സ് തുറപ്പിക്കണം. ഈ ആയത്തുകളൊക്കെ നമ്മുടെ കണ്ണ് തുറപ്പിക്കണം. വിശ്വാസികളുടെ ഉള്ളിലേക്ക് ഇറങ്ങണം. മലക്കുൽ മൗത്തിനെയും സംഘത്തെയും കാണുമ്പോഴാകരുത് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്ന് അവരുടെ മുമ്പിൽ കടന്ന് വിരൽ കടിക്കാതിരിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. അതുകൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ടെന്ന് വിചാരണയ്ക്ക് വിധേയനാകുന്ന ആൾക്ക് പടച്ചോൻ ഇങ്ങനെ പോയാലൊന്നും പറ്റൂലല്ലോ, അല്ലേ? എല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കണ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? എല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കണ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കണേ. ഉള്ളൊരു കൈ പോക്കാട്ടോ. ഉണ്ടോ? ധൈര്യസമേതം നോക്കിക്കോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ കൈ പോക്കാം. എല്ലാം തികഞ്ഞു മൗലവി, ഞാൻ ഇപ്പോൾ ഇങ്ങനെ മരിക്കാൻ കാത്തിക്കണം, അങ്ങനെ ഉണ്ടോ? ഉണ്ടാവില്ല. മറ്റാൾ പറഞ്ഞില്ലേ, പിന്നെ എന്തിനും നമ്മളെ മറ്റേ ചങ്ങായി മരിച്ചാളുടെ പേര് ജോയോ അല്ലേ? അദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ എന്താക്കിയിരിക്കുന്ന ഒരു ഫ്ലൈറ്റ് യാത്ര ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തകരാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താക്കൂല, ഒച്ചയും ഉണ്ടാക്കും, ഞാൻ സന്തോഷിക്കുന്നുണ്ട്. കാരണം എന്താ? എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നേടിയെന്നാണ്. ബക്കറ്റ് ലിസ്റ്റ് എന്നല്ല പറഞ്ഞത്, ഡ്രം ലിസ്റ്റ് വരെ തീർന്നു എന്ന് പറഞ്ഞേ. മനസ്സിലായില്ലേ? നേടാനുള്ളതൊക്കെ നേടിയെന്നാണ്. അവരാ രംഗത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. നമ്മൾ സ്വർഗത്തിലേക്കുള്ള വിഭവങ്ങൾ ഡ്രമ്മിലാക്കുന്ന മനുഷ്യന്മാരാണ്. നമുക്കതുണ്ടോ നമ്മൾ നല്ലോണം ആലോചിക്കണം. ഇനി എന്തെല്ലാം ചെയ്താലേ നമുക്ക് ഇത് വരാൻ പാടുണ്ടോ? ഒന്നുമില്ല. പക്ഷെ എന്താ അറിയോ സുഹൃത്തുക്കളെ, അത്യാവശ്യം ഞാൻ ചെയ്തു എന്നൊരു ധാരണ മരിക്കുന്ന രംഗത്ത് ഇൻഷാ നമുക്ക് ഉണ്ടാകണം. അതിന് ചില കാര്യങ്ങൾ ഉണ്ടാകണം, ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കഴിഞ്ഞ സമയം വരെ നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങളെ നോക്കുമ്പോൾ ഒരുപാട് അബദ്ധങ്ങളുണ്ട് സുഹൃത്തുക്കളെ. ഒരുപാട് അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോളി. ഇന്ന് തരുന്ന ഹോംവർക്ക് എന്താ? പോയിട്ടൊന്നിങ്ങനെ എഴുതി വെക്കുക. എനിക്കെന്തൊക്കെ മിസ്റ്റേക്കുകൾ വന്നു എൻ്റെ ബന്ധത്തിൻ്റെ വിഷയത്തിൽ, സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ, സാമ്പത്തിക രംഗത്തുള്ള വിഷയത്തിൽ, ജീവിത വിഷയത്തിൻ്റെ വിഷയത്തിൽ ഒന്നിങ്ങനെ എഴുതി വയ്ക്കും. എത്ര കണ്ട് റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന വാചകങ്ങൾ എനിക്കും നിങ്ങൾക്കും, നമ്മളെല്ലാം ഒരുപോലെ കേട്ടോ, നമ്മളൊക്കെ ഒരേപോലെ തന്നെയാണ്. എന്താ? ഒന്ന് എഴുതി വെക്കുക. അപ്പം ഇങ്ങനെ മനസ്സിലാകും. ഉമർ റളിയല്ലാഹു അൻഹു വെറുതെ പറഞ്ഞല്ലേ സുഹൃത്തുക്കളെ, ഹസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ വിചാരണക്ക് വിധേയമാകുന്നതിന് മുൻപ് നിങ്ങൾ എന്താക്കിക്കളി? ഒന്ന് വിചാരണ ചെയ്താളി എന്നാണ്. ഇപ്പോൾ
ഇപ്പം നല്ല ഈ പരീക്ഷയ്ക്കൊക്കെ നന്നായി മാർക്ക് കിട്ടിയ കുട്ടികളെടുത്തൊരു പണി ഉണ്ടാവും. ഇവിടെയൊക്കെ കുട്ടികളിരിക്കണം, അവർക്കൊക്കെ തന്നെ പറയാൻ പറ്റും. എന്താ എടുക്കണ മെയിൻ പ്രിപ്പറേഷൻ്റെ ഭാഗമാണ് എന്ത്, മുൻകാല ചോദ്യങ്ങൾ എന്താക്കും, ഒന്നിങ്ങനെ എഴുതി വെക്കും അല്ലേ. PSC പഠിക്കുന്ന ആളുകൾക്ക് അറിയാം, ഒന്ന് എഴുതി വെക്കും. അത് വല്ലാത്തൊരു സംഭവമാണത്. അപ്പോൾ എന്താ അറിയോ, നമ്മളെക്കുറിച്ചിട്ടൊന്നിങ്ങനെ ചിന്തിച്ച് നോക്കാം. അപ്പോൾ കുറേ പോരായ്മകൾ നമുക്ക് കാണും, കുറേ അബദ്ധങ്ങൾ നമുക്ക് കാണും, ആരാധനകളിലെ കുറവുകൾ നമുക്ക് കാണും, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി ഉഷാറാക്കി. എൻ്റെ ഖുർആനോത്തൊന്നും ശരിയൊന്നല്ല, ഇനിയൊന്നും ഉഷാറാക്കാണ്ട്, എൻ്റെ റബ്ബുമായിട്ടുള്ള ഒഴിഞ്ഞിരിക്കണ രംഗമൊന്നാണ്ട് പോരാ, കുറച്ചൊക്കെ നല്ല പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എന്ന് നമുക്കിങ്ങനെ ചിന്തിക്കുമ്പോൾ ഒന്ന് തിരിച്ചു പിടിക്കണം എന്നുള്ള ചിന്ത നമുക്ക് വരും. ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തൊരു മനുഷ്യനാണെങ്കിലോ, ചാത്തപ്പൻ എന്ത് മനുഷ്യർ പറഞ്ഞ പോലെ ഓനക്കിപ്പോൾ എന്തെങ്കിലും കുലുക്കുണ്ടാവുമോ? ഓർക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആത്മാർത്ഥമായിക്കൊണ്ട് ചിന്തിക്കുന്ന, പരലോകത്തേക്ക് എൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് റബ്ബ് പറയുന്നുണ്ടല്ലോ പടച്ചോനെ, ഈ ജീവിത തിരക്കിനിടയിൽ ഞാൻ അതൊന്നും പലപ്പോഴും ഗൗനിച്ചിട്ടില്ല, ഇനി അങ്ങനെ പോയാൽ പറ്റൂല, ഞാനൊന്ന് മാറിയിരുന്ന് ചിന്തിക്കട്ടെ എന്ന് കരുതി ഒരു 10 മിനിറ്റ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമുക്ക് മാറാൻ പറ്റും. അപ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു അവസരമുണ്ട്. അതിനാണ് സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമാകണമെന്ന് പറയുമ്പോൾ അതെല്ലാം ഒന്ന് മാറ്റങ്ങൾക്ക് വിധേയമാക്കാനുള്ള ഗംഭീരമായ അവസരമാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുമ്പിലേക്ക് വരാനുള്ളത്. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മുന്നൊരുക്കം നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, എപ്പോഴും നമുക്കുണ്ടാകേണ്ട കാര്യമാണ് ഇൽമു എന്നുള്ളത്. അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ എന്ന് പറയാം. എന്തൊരു കാര്യം പറയുന്നതിന് മുൻപ് ചെയ്യുന്നതിന് മുൻപ് സുഹൃത്തുക്കളെ അറിവ് വേണം അല്ലേ. അള്ളാഹിൻ്റെ റസൂലുകൾ നിസ്കരിച്ചോളി എന്നാണോ പറഞ്ഞത്? ഞാൻ നിസ്കരിച്ചോളി എന്നാണോ പറഞ്ഞത്? നിങ്ങൾ പറയും. കുറേയില്ല ഞാൻ പറയണേ, നിങ്ങൾ പറയും. എന്താ പറഞ്ഞേ? അള്ളാഹിൻ്റെ റസൂൽ എന്താ പറഞ്ഞേ? നിസ്കരിച്ചോളി എന്നാണോ? നിസ്കരിച്ചോളിടാ എന്നാണോ പറഞ്ഞത്? ആണോ? അതല്ല, സൊല്ലു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ഹദീസായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ, സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. എന്താ സംഭവം? ഞാൻ എങ്ങനെ നിസ്കരിച്ചതായിക്കൊണ്ടാണ് നിങ്ങൾ കണ്ടത്, അതുപോലെ നിസ്കരിച്ചോളി എന്നാണ്. നിസ്കാരത്തിൻ്റെ ഓർഡറില്ലേ? നിസ്കാരത്തിന് ചൊല്ലിപ്പറേണ്ട കാര്യങ്ങളൊക്കെ ഒരേപോലെ അല്ല. അതിന് റുക്കനുണ്ട്, വാജിബാത്തുണ്ട്, സുന്നത്തുണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊക്കെ അല്ലാഹ് റസൂൽ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുക എന്നതുപോലെ തന്നെയാണ് സുഹൃത്തുക്കളെ നോമ്പും, എന്നതുപോലെ തന്നെയാണ് തറാവീഹും. നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പുകളും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് എത്ര മണിക്കൂറാണ് നമ്മൾ ത്യാഗം എടുക്കാൻ പോണത്? നിങ്ങൾ ആലോചിക്കും, 10-13 മണിക്കൂറല്ലേ അല്ലേ? 10-13 മണിക്കൂർ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പണിയും ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അന്നും അലക്കൂലേ അല്ലേ? വീട്ടിലെല്ലാ പണി എടുക്കൂലേ? എല്ലാ പണി എടുക്കും. നോമ്പായതുകൊണ്ട് നമുക്കെല്ലാം ഇതുണ്ടോ? ഇല്ല. ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മളോ പുറത്ത് പണിയെടുക്കുന്നവരാണ്, ഒരുപാട് പ്രയാസങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ ഒന്ന് മാത്രമേ ചെയ്യാത്തുള്ളൂ. എന്താ? 3 നേരം തിന്നിരുന്നു, അതെന്താക്കണില്ല? തിന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മോന്തിരുന്നു വെള്ളം, അതിപ്പോൾ കിട്ടണില്ല ഇല്ലേ? ഒരു വ്യത്യാസമല്ലേ? ഇന്ധനമില്ല. ആണോ? എത്ര നേരാണ് നമ്മൾ ഈ അങ്ങാടി കൂടെ ഇങ്ങനെ പോണ സമയത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ മറ്റു പല സുഹൃത്തുക്കൾ ഇരുന്നത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പ് കൂടെയാണ് നമ്മളിങ്ങനെ നടക്കാൻ പോണത്. എത്ര വലിയ ത്യാഗാന്ന് ആലോചിക്കും സുഹൃത്തുക്കളെ. നല്ല ശക്തമായ രൂപത്തിലുള്ള ദാഹമൊക്കെ ഉണ്ടായിട്ടും നല്ല തണുത്ത വെള്ളം കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ കുടിച്ചില്ലല്ലോ. കുടിച്ചോ? കുടിക്കണില്ല. നല്ല വിശപ്പുണ്ട്, ഒരിറ്റു ഭക്ഷണം നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് രുചിച്ചു നോക്കുമ്പോൾ പോലും സൂക്ഷ്മത കാണിച്ച ആളുകളാണ് അല്ലേ? ആലോചിക്കും. അത്രയൊക്കെ എടങ്ങറായിട്ട് ലാസ്റ്റ് ഇങ്ങനെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഓട്ടക്കൊട്ടയിൽ വെള്ളം കോരിയ പോലെ ഒന്നുമില്ലാത്ത ചില അവസ്ഥ ഉണ്ടായി. എങ്ങനെ ഉണ്ടാകും? ഇത് അള്ളാഹ് റസൂലിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞ കാര്യമാണ്. എന്താ പറഞ്ഞാൽ നിങ്ങൾ റബ്ബ സായിമിൻ ഹല്ലുഹു മിൻ സിയാമിഹി അൽ ജൂഉ വൽ അതുഷ്. എത്ര നോമ്പുകാരറിയോ? എത്ര നോമ്പുകാരാണ്. അത് നമ്മളൊക്കെ ഉണ്ടോ നമ്മൾ ആലോചിക്കണം. അള്ളാഹ് റസൂലിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഹല്ലുഹു മിൻ സിയാമിഹി, ഓൻക്കാകെ അവൻ്റെ നോമ്പുകൊണ്ട് കിട്ടിയ മെച്ചം എന്താ അറിയോ നിങ്ങൾ? അൽ ജൂഉ വൽ അതുഷ്. എന്താ? നല്ല വിശപ്പും നല്ല ദാഹവും. ഖലാസ്, പിന്നെ ഒന്നുമില്ല എന്നാണ്. ചിലപ്പോൾ ഇവിടെ ഷുഗറൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ കുമ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും, കൊളസ്ട്രോളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻഡ് ആയിട്ടുണ്ടാവും. അതിനപ്പുറത്ത് ഒരു ചുക്കും കിട്ടാത്ത കുറേ മനുഷ്യന്മാരുണ്ട് എന്ന് ആര് പറയാണ്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട സുഹൃത്തുക്കളെ പരലോകത്തേക്ക് ഈ നോമ്പിൻ്റെ ഏടക്കെടുത്ത് നോക്കുമ്പോൾ അതിലൊന്നും ഇല്ലാത്തൊരവസ്ഥ വന്ന് എന്തിരിക്കുക. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ട് എന്ന് പറയാനുള്ള കാരണം, പഠിക്കാതെ മനസ്സിലാക്കാതെ നിയത്ത് ശരിയാക്കാതെ അതിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച് ധാരണയില്ലാതെ റമളാൻ മാസം വന്നു കഴിഞ്ഞാൽ കുറേ പട്ടിണി കിടക്കണം. അത് ചെറുപ്പം മുതലേ ഉമ്മ പട്ടിണി കിടക്കുന്നുണ്ട്, വല്യമ്മ പട്ടിണി കിടക്കുന്നുണ്ട്, അവനെ പറ്റൂലട്ടാന്ന് പറയണം. അതൊക്കെ എന്നെ കേട്ട് ശീലിച്ച് വന്ന ടീമുകളാണ്. അപ്പം ഞാനും എന്താക്കാണ് അങ്ങനെ പോയി. അത് നോമ്പല്ല, അത് നോമ്പല്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുക, നിങ്ങൾ അറിവോടുകൂടെ അതിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അപ്പം എന്താ അറിവ്? എന്താ അറിവ്? എപ്പോഴാണ് നമുക്കൊരു കാര്യം ഇഖ്ലാസോടുകൂടെ ചെയ്യാൻ പറ്റുക? ഒന്ന് പറഞ്ഞാണി നോക്കട്ടെ. എപ്പോഴാണ് പറ്റുക ഒരു കാര്യം? എപ്പോഴാണ് നമുക്ക് ഇഖ്ലാസോടുകൂടെ ചെയ്യാൻ പറ്റുക? ഇഖ്ലാസില്ലേ എന്നാ പറയുക, എപ്പോഴാണ് ചെയ്യാൻ പറ്റുക? അതിപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, മൈക്ക് വേണമെന്നോ? മൈക്കോടെ. ഇഖ്ലാസോട് കൂടെ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുക? പറയുന്നുണ്ട്, ഞാൻ കേൾക്കാത്തതുകൊണ്ടാണ്. ഒരു പറഞ്ഞ ഉത്തരം എന്താ അറിയും, ഞങ്ങൾ പറയണം കേട്ടോ. അടുത്ത ചോദ്യം നിങ്ങളോട് ചോദിക്കുക, അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, ഒരു ഒന്നാമത് കൊടുത്ത് മറുപടി എന്താ അറിയോ? ഇഖ്ലാസോടുകൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് അറിയണമെന്നില്ലേ? യെസ്, ബാറക്കല്ലാഹു ഫീക്കും. എന്താണ്? പ്രതിഫലങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകണം. നോമ്പിൻ്റെ ഒരു പ്രതിഫലത്തെക്കുറിച്ച് ഇവിടുന്ന് ഒരാൾ പറയാൻ പറ്റുമോ? നോമ്പിൻ്റെ ഒരു പ്രതിഫലത്തെക്കുറിച്ച് ഈ ക്ലാസ് എന്താ അറിയുക നിങ്ങൾ? ഇത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന സാധനം എന്നല്ല, ഇത് നമ്മൾ കുറേ കേട്ടതാണ്. അപ്പോൾ ഞാനൊന്നിങ്ങനെ റിവൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തലാണ് അല്ലേ? യെസ്, ഒരെണ്ണം പൂച്ചക്കാർ മണി കെട്ടുന്നല്ലേ? റയ്യാൻ എന്ന കവാടം. പിന്നെ എന്താ അറിയോ, 2-3 പോയിന്റ് പറഞ്ഞിട്ട് അത്ര സമയം ലാഭിക്കോടെ. പിന്നെ ഏതാ? പാപങ്ങൾ പൊറുക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു നല്ലൊരു തടിക്കുടിക്കുന്ന സാധനം കിട്ടട്ടെ, മേത്തുടിക്കുന്ന സാധനം. അവിടെ നിന്നുണ്ട് അല്ലേ? ആയിക്കോട്ടെ, പൊന്നിക്കോട്ടെ, പറഞ്ഞോളി. ആരാ പതിന്നല്ലേ? അന്നം കടന്ന് പറഞ്ഞോളി. ഇവിടെ ഡിസ്കഷൻ തുടങ്ങിക്കണേ. ഏതാ? നിങ്ങളത് കേൾക്കാനാണ് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളത് ചോദിക്കണമെന്നല്ലേ? ആയിക്കോട്ടെ, ഞാൻ ജസ്റ്റ് നിറവേട്ടെന്ന് മാത്രം. എന്താ അറിയോ, നോമ്പിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പ്രതിഫലം എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ, കണക്കില്ലാത്ത പ്രതിഫലം എന്നാണ്. ആ കണക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾ പറയാത്തല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ അമലുകൾക്കും എത്രയാണ്? അൽ ഹസനത്തു ബി അശറത്തി അംസാലിഹ എന്ന്. ഒരു നന്മ ചെയ്താൽ 10 അതിനപ്പുറത്തേക്കാണ്. പക്ഷേ നോമ്പ് എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ കയ്യും കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കുന്നു. ഇത്രയൊന്നുമില്ല. അത് റബ്ബിനോട് ബോധ്യപ്പെടുകയാണ് നമ്മൾ ഉഷാറാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇത്രയൊന്നുമില്ല എന്നാണ്. അള്ളാഹിൻ്റെ ഖജനാവിൻ്റെ വലിപ്പം ആർക്കെങ്കിലും അറിയോ? ഇവിടെ അള്ളാഹിൻ്റെ ഖജനാവിൻ്റെ വലിപ്പം ഉണ്ടോ? അത് എത്ര എടുത്താലും തീരൂല സുഹൃത്തുക്കളെ. അത് മുഴുവൻ നമുക്കുള്ളതാണ് എന്ന്, അത് മുഴുവനും നമുക്കുള്ളതാണ്. അപ്പം എത്രയപ്പോഴെന്ന് കിട്ടുക നമുക്ക് പറയാൻ പറ്റൂല. അത്രയും തരുന്നതാണ്, അത്രയും തരും. ഈ ദാഹമൊന്നും വെറുതെയല്ല, ഈ വിശപ്പ് വെറുതെയല്ല, ഈ പ്രയാസപ്പെടുന്നത് വെറുതെയല്ല. കയ്യും കണക്കുമില്ലാതെ എൻ്റെ റബ്ബെന്നെ സ്വീകരിക്കും, എനിക്കത് ഒരുക്കി തന്നിരിക്കും. അള്ളൊരു വാഗ്ദാനം നൽകിയോ അത് ലംഘിക്കാത്തവനാണ് റബ്ബ്. പിന്നെ നമുക്ക് എന്താ ബേജാറ്? അപ്പോൾ ഒന്ന് അതാണ്. രണ്ടെന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് കിട്ടുന്നതാണ്. ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അങ്ങാടിയിൽ വരുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ കുറേ ചങ്ങായിമാർ കാണാം, ഇങ്ങോട്ട് വന്നിങ്ങോട്ട് മൂടണ് ഒന്നാകെ, വലിയൊരു താര പരിവേശമാണ്. ഓരോ അലക്കില്ല അതിൽ, പക്ഷെ എന്താ വലിയൊരു സംഭവമാണ്. എന്താ അങ്ങനെ കാണാനുള്ളൊരു ആഗ്രഹമാണ്. ഇവിടെ മുഹമ്മദ് നബി വരാന്ന് പറഞ്ഞാൽ നമ്മളും പോലെ നമുക്കുണ്ടാവും അല്ലേ? ശരി സുഹൃത്തുക്കളെ, റബ്ബിനെ കാണാനുള്ള തൗഫീഖ് കിട്ടുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ലിസ്സാഇമി ഫർഹത്താനി, നോമ്പുകാരനിക്ക് 2 പ്രതിഫലം ഉണ്ടെന്നാണ്. സോറി 2 സന്തോഷം ഉണ്ട് എന്നാണ്. എന്താ സന്തോഷം? ഒരു സന്തോഷം നമുക്കൊക്കെ കിട്ടുന്ന സാധനം എപ്പോഴാ? റമളാൻ മാസമായി കഴിഞ്ഞാൽ ഏറ്റവും ഡിമാൻഡുള്ള ബാങ്ക് ഏതാ? മഗ്രിബിലെ ഭയങ്കര ഡിമാൻഡ് വരിക. മുഅദ്ദിനിൻ്റെ ഓരോ ലഫ്ദുകൾക്കും കാതോർക്കുന്നൊരു സമയം. എല്ലാവരും ഇങ്ങനെ കാത് കൂർപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ക്ലോക്ക് നോക്കുമ്പോൾ തോന്നും ഈ ക്ലോക്കിൻ്റെ ബാറ്ററി എന്താ കുറഞ്ഞിക്കണോ? നടക്കണില്ല. കാരണം നമുക്കും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വരില്ല. നമ്മൾ അങ്ങാടിക്കിറങ്ങി ബസ് വരാത്ത പോലെ ക്ലോക്ക് തന്നെ നോക്കുമ്പോൾ എന്താവില്ല, നടക്കണമെന്ന് തോന്നില്ല. എന്താ? സന്തോഷമാണ് അല്ലേ?
അതിങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം. നോമ്പിട്ട് തുറക്കുമ്പോൾ 10-13 മണിക്കൂറായിട്ട് ഇവിടെ വെള്ളം ഒരില്ല. ആ വെള്ളം ഇങ്ങനെ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പോകുമ്പോൾ ഫുഡ് പൈപ്പ് എവിടെയൊക്കെ ഉള്ളത് നമുക്ക് ശരിക്കും അറിയും അല്ലേ. ആ സാധനം നമ്മളിങ്ങോട്ട് അനുഭവപ്പെടുകയാണ്. അപ്പം കിട്ടുന്ന സന്തോഷമുണ്ട്. അത് ലോകത്തിൽ ഇനി മുസ്ലിം തന്നെ ആകണമെന്നില്ല, അതേപോലെ വേറൊരാൾ നോമ്പ് പോയിട്ടുണ്ടെങ്കിൽ ഓൻക്കും കിട്ടാൻ സന്തോഷം. പക്ഷെ നമ്മുടെ സന്തോഷം അവിടെ നിന്നാൽ പോരെ സുഹൃത്തുക്കളെ. അള്ളാന്റെ റസൂല് പറയാണ്, ആ മനുഷ്യനിക്ക് നോമ്പ് നോറ്റത് കാരണത്താൽ നാളെ റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള അവസരം പടച്ചവൻ കൊടുക്കുന്നതാണ്. 14-ാം രാവത്തെ ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ വല്ല തടസ്സമുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടോ? വലിയ തടസ്സമുണ്ടോ? അത് കാണാൻ തന്നെ എന്തൊരു മൊഞ്ചാണ്. എവിടെ നിന്ന് നോക്കിയാലും നമ്മൾ കാണില്ലേ അല്ലേ? ഈ അങ്ങാടി നിന്നും ആ അങ്ങാടി നിന്നും എവിടെ നിന്ന്, അമേരിക്ക നിന്ന് അന്റാർട്ടിക്ക നിന്ന് എവിടെ നോക്കിക്കഴിഞ്ഞാലും ചന്ദ്രനെ കാണൂലേ? എല്ലാവർക്കും ആരും തിക്കിത്തിരക്കേണ്ട ആവശ്യമുണ്ട്. ചന്ദ്രനെ കാണാനുണ്ടോ? ഇല്ലല്ലോ. നമുക്കിങ്ങനെ കയ്യും കെട്ടിങ്ങനെ നോക്കിക്കാൻ പറ്റും. അതിനേക്കാൾ ഭംഗിയോടുകൂടെ സുഹൃത്തുക്കളെ കാണാൻ പറ്റും. സ്വർഗാവകാശികൾക്ക് ഇഞ്ഞെന്തെങ്കിലും വേണമെന്നൊരു ചോദ്യം ഉണ്ടെന്നാണ് സ്വർഗത്തിൽ. അവൻ്റെ റബ്ബ് ഇനിയിപ്പോൾ എന്താ അവിടെ കിട്ടാൾ, ഞങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കണ കൂടെ കിട്ടാണ്ട് എന്നത് മാത്രമൊന്നല്ല എന്നാണ്, വേറൊരു സാധനം കൊടുക്കേണ്ടതാണ്. അടുത്ത ഗിഫ്റ്റ് ഏതാ? അതുവരെ ഉണ്ടായിരുന്ന ആ മറയങ്ങോട്ട് മാറിയിട്ട് റബ്ബിനെ കാണാനുള്ള തൗഫീഖ് കൊടുക്കുന്നതാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് റബ്ബിനെ കാണാൻ മാത്രമുള്ള യോഗ്യത നേടിത്തരുന്ന ഒരു ഇബാദത്താണ് ഇൻഷാ അള്ളാഹ് നമ്മളൊക്കെ അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ട് എങ്കിൽ നിർവഹിക്കാൻ പോകുന്നത്. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്നെന്താ അറിയോ നിങ്ങൾ, നമ്മളൊക്കെ പേടിക്കുന്ന നരകം. എത്രയാണ് സുഹൃത്തുക്കളെ നരകത്തിൻ്റെ ഭീകരത. ഇതിൽ ഒരുപാടും ഞാൻ പോകുന്നില്ല. അള്ളാഹ് റസൂൽ പറയും, ഇന്ന അഹ്വനൻ നാരി അദാബൻ യൗമൽ ഖിയാമത്തി ജംറത്തും തൂലഉ ഫി അഖ്മസി ഖദമൈഹി യഗ്ലി മിൻഹാ ദിമാഉഹു. അള്ളാഹ് റസൂൽ പറയാണ്, നാളെ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനുഷ്യർക്ക് കിട്ടുന്ന ഏറ്റവും സിമ്പിളായ ശിക്ഷ എന്താണെന്നറിയോ? അവൻ്റെ കാലിൻ്റെ പള്ളഭാഗത്ത് നരകത്തിൽ നിന്നുള്ള ഒരു തീക്കനൽ വെച്ച് കൊടുക്കുന്നതാണ്. അതിന് വെക്കുമ്പോഴേക്കും തലച്ചോറ് മുഴുവൻ തിളച്ചു മറിയുമെന്നാണ് നരകത്തിൻ്റെ ഏറ്റവും ചെറിയ വർണ്ണന. നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്താ അറിയുങ്ങൾ? അദ്ദേഹം അവിടെ കടന്നിട്ട് അനുഭവിക്കുമ്പോൾ എൻ്റെ മനസ്സെന്താ അറിയുങ്ങൾ? ഞാനാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ആളെന്നാണ്. അപ്പം എത്രയാണ് നരകം? നിങ്ങൾ ആലോചിക്കും സുഹൃത്തുക്കളെ. സ്വർഗത്തിൽ എവിടെയെന്നുള്ളല്ല കാര്യം, നരകത്തിൽ ഒരു ദിവസം പോലും കടക്കാതെ, ഒരു സെക്കൻഡ് പോലും കടക്കാതെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം. അതിനാണ് ഈ സംഗതികളൊക്കെ. അള്ളാഹ് റസൂൽ പറയാ, നരകത്തിന് എത്രയാണ് ആഴം? 70 വർഷത്തെ ദൂരമാണ് ആഴം അല്ലേ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സമയത്തൊരു സൗണ്ട് കേട്ടു എന്നാണ്. ഒരു സൗണ്ട് കേട്ടു. നിങ്ങൾക്ക് ഈ സൗണ്ടിനെ കുറിച്ച് അറിയോ ചോദിച്ചു. ഇപ്പം കേട്ട സൗണ്ട് എന്താ നിങ്ങൾക്ക് അറിയോ ചോദിച്ചു. സ്വഹാബികളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ലായിരുന്നു. 70 വർഷങ്ങൾക്ക് മുൻപ് നരകത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്കിട്ടൊരു കല്ല് ഇപ്പോഴാണത്ര അത് പോയി അടി തട്ടിയതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം എത്രയാണ് സുഹൃത്തുക്കളെ തട്ട്, എത്രയാണ് അതിൻ്റെ ആഴം. അപ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു കല്ല് താഴേക്കിട്ടുകഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് അല്ലേ താഴത്തെത്തി. ഇത് മുഴുവനും തീ നിറച്ച് നമ്മളേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ എന്തിരിക്കും നമ്മുടെ അദാബ്. ഈ ഓഡിറ്റോറിയം മുഴുവനും തീ നിറച്ച് ഇതിലേക്ക് നമ്മൾ ഇടുക എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൻ്റെ ഒരു അസഹനീയത. അപ്പോൾ നമ്മൾ നല്ലോണം ആലോചിക്കണം. ആ നരകത്തിൽ നിന്നും ഒരു ദിവസത്തെ സുന്നത്ത് നോമ്പ് കൊണ്ട് അള്ളാഹ് റസൂൽ പറയണം, മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാ ഇല്ലാ ബഅദല്ലാഹു ബിദാലിക വജ്ഹു അനിൻ നാരി 70 ഖരീഫ. ഒരു സുന്നത്ത് നോമ്പ് നോറ്റാൽ ആ ഒരു നോമ്പ് കൊണ്ട് ആ നരകത്തിൽ നിന്നും 70 വർഷത്തെ വഴിദൂരത്തേക്ക് ആ മനുഷ്യനെ റബ്ബ് രക്ഷപ്പെടുത്തുന്നതാണ്. അതൊരു സുന്നത്ത് നോമ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഫറലാക്കപ്പെട്ട നോമ്പിന് എത്ര ഉണ്ടാവും? റമളാൻ മാസത്തിലെ നോമ്പിന് എത്ര ഉണ്ടാവും? ഇല്ലേ? അങ്ങനത്തെ ഒരു ദിവസം മാത്രമാണോ? അല്ല. ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ 30 ദിവസം നമുക്ക് കിട്ടണം. അപ്പോൾ 29 തന്നെ മാസം കണ്ടാൽ മതിയേനൂന്ന് എന്താവൂല, അപ്പം ചിന്തിക്കൂല. ഇന്നിട്ട് മാസം കണ്ടു കഴിഞ്ഞാൽ നാളെ ഈദ്ഗാഹ്ക്ക് പോകാമായിരുന്ന എല്ലാ ബുദ്ധിയുള്ളവൻ ചിന്തിക്കുക. എന്താ ചിന്തിക്കുക? 30 കിട്ടുകയാണെങ്കിൽ എന്താവും? ഈ ഒഴുക്ക് കൂടെ ഒരു നോമ്പ് കൂടെ ആയുസ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതെന്നാണ് ചിന്തിക്കുക. മനസ്സിലായി നിങ്ങൾ? യെസ്. റബ്ബ് ആ നിലക്കുള്ള ഒരു തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ അടുത്തൊരു പോയിൻ്റാണ് എന്ത് ഷെയ്ഖ് പറഞ്ഞതുപോലെ, സ്വർഗത്തിൽ നോമ്പുകാർക്ക് മാത്രം ലൈസൻസ് കൊടുക്കപ്പെടുന്നൊരു കവാടം ഏതാ? റയ്യാൻ അല്ലേ? റയ്യാൻ എന്ന് പറയുന്ന കവാടം, ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ, നോമ്പ് നോറ്റവർ മാത്രം പ്രവേശിക്കുന്നൊരു കവാടം എന്ന് പറയുമ്പോൾ
നമ്മൾ ദുനിയാവിൽ നോമ്പ് നോറ്റവരായതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ കാത്ത് സ്വർഗത്തിൽ കവാടം മലക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു പറയുന്ന സന്തോഷ വാർത്തയേക്കാൾ വേറെ എന്താ നമുക്ക് കിട്ടാനുള്ളത്? എന്താ കിട്ടാനുള്ളത്? ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. തീർന്നില്ല സുഹൃത്തുക്കളെ. നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ നമ്മളെ കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ ഉമ്മ ഉണ്ടാകുമോ? ഉണ്ടാകുമോ? വാപ്പുണ്ടാകുമോ? തുണ ഉണ്ടാകുമോ? പ്രിയപ്പെട്ട മക്കളുണ്ടാകോ? ഒരാളുമില്ല. ലാ യുസ്അലു ഹമീമുൻ ഹമീമാ, അല്ലേ? ഒരു കുടുംബക്കാരെ അങ്ങോട്ടും കൊണ്ട് ചോദിക്കൂല എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കോ? അവിടുന്ന് അങ്ങോട്ടുണ്ടോ? പോലും ഇല്ല എന്നാണ് സുഹൃത്തുക്കളെ പറയണേ. എന്താ അപ്പം എൻ്റെ അവസ്ഥ ആലോചിക്കുക? എന്നാ വരും, എന്നാൽ വരും. നമുക്ക് വേണ്ടി പരലോകത്ത് എന്തെങ്കിലുമൊക്കെ പറയാൻ വരും. ആര് വരും? അല്ലാഹുവിന്റെ റസൂൽ പറയാ, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി. ഒരു അടിമക്ക് വേണ്ടിയിട്ട് റബ്ബിനോട് വക്കാലത്ത് പറയാൻ, ശുപാർശ ചോദിക്കാൻ നാം കഷ്ടപ്പെട്ട് നോറ്റ നോമ്പുകൾ സുഹൃത്തുക്കളെ പരലോകത്ത് വരുന്നതാണ്. ഖുർആനുമായിട്ടുള്ള ബന്ധമുണ്ടോ നമുക്ക്? ആ ഖുർആൻ വരുന്നതാണ്. എന്നിട്ട് അവരെന്താ പറയാ അറിയോ നിങ്ങൾ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റബ്ബി ഇന്നി മനഅതുഹു തുആമ ഫശഫ്ഇനി ഫീ. ഈ ചെങ്ങായിൻ്റെ ഭക്ഷണവും പാനീയവും ഒക്കെ തടഞ്ഞു വെച്ച ആൾ ഞാനാണ്. നോമ്പ് പറയുന്നതാണ്. മനഅതുഹു തുആമ വശറാബ്, വിശന്നു, പക്ഷെ ഞാൻ അവനെ തടഞ്ഞു വെച്ചു. ദാഹിച്ചു, ശക്തമായി ദാഹിച്ചു. ആ ഉച്ചക്ക് 12ഉം 1 മണിക്കും 2 മണിക്കും റോട്ടിലൂടെ അവൻ നിർബന്ധമായി കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ അപ്പുറത്തുള്ള ആളുകളൊക്കെ വെള്ളം കുടിക്കുന്ന കണ്ടിട്ടും ശീതള പാനീയങ്ങൾ വിൽക്കപ്പെടുന്ന കണ്ടപ്പോഴും, റബ്ബേ നീ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം കിനാവ് കണ്ട് ഈ മനുഷ്യൻ അവനത് കുടിച്ചില്ല എന്നാണ്, ഞാനാണ് തടഞ്ഞു വെച്ചത്. അതുകൊണ്ട് ഇന്നവൻ്റെ കൂടെ ഉമ്മയില്ല, വാപ്പയില്ല, ആരുമില്ല. റബ്ബേ, ഏകാംഗിയായി കൊണ്ട് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവനെ രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ നിന്നോട് വക്കാലത്ത് പറയുകയാണെന്നാണ്. അത് സ്വീകരിക്കുന്നതാണ്, അത് സ്വീകരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് വെറുതെ എന്തെങ്കിലും ഒരു ഏർപ്പാടല്ല എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. എല്ലാ നിലക്കും നമുക്ക് ഖൈറുകൾ മാത്രം സമ്പാദിക്കാൻ കഴിയുന്ന ഒന്നാണ് നോമ്പ് എന്ന് പറയുന്നത്. ഇത്രയേറെ പ്രതിഫലങ്ങൾ നമുക്ക് നേടിത്തരാൻ കഴിയുമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നോമ്പ് നോറ്റവർക്ക് മാത്രം കിട്ടുമോ ഈ പറയപ്പെട്ട കൂലിയൊക്കെ? കിട്ടുമോ? കിട്ടുമെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ വിജ്ഞാനവേദി ഇവിടെ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് പേരെ പോകാം, നമുക്കെല്ലാവർക്കും പേരെ പോകാം. ഇന്ന് വിജ്ഞാനവേദി കഴിഞ്ഞു. ഈ പറയപ്പെട്ട കൂലിയൊക്കെ അപ്പം അങ്ങനെ ആലോചിച്ച് പടച്ചൊന്നെ ഉൾപ്പെടുത്തുന്നത് നമ്മളൊക്കെ മനസ്സിലുണ്ടായില്ലേ? ഇങ്ങനെ നോമ്പ് നോറ്റവർക്ക് മാത്രം കിട്ടുന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പറയേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ കിട്ടാത്തത് കൊണ്ട് ഇനി കുറച്ച് കാര്യങ്ങൾ പറയണം. ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. ഈ റമദാൻ മാസം വരുമ്പോൾ സുഹൃത്തുക്കളെ, ഇത് ഈ നിലക്ക് നമ്മൾ ശരിയാവണ്ണം നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിലേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ വീടൊക്കെ ഇപ്പം ഇങ്ങനെ അല്ലേ വൃത്തിയാക്കുന്ന തിരക്കിലായിരിക്കും ഉണ്ടാകുക. ഇവിടെ എന്തൊരു പേര് അറിയാന്? നനച്ചോളി അല്ലേ? എന്താ, എല്ലാം ഒന്ന് ഫ്രഷാക്കും. എന്തിനാ? വിശുദ്ധ റമദാൻ എന്ന അള്ളാഹുവിൻ്റെ അതിഥിയെ സ്വീകരിക്കാൻ. ഓക്കെ, യു ക്യാൻ ഡു. അതെന്താ, നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ എന്താ അറിയോ, നിങ്ങൾ പെരയും കൂടി മാത്രം ഫാൻ ഇതൊക്കെ ഉഷാറാക്കി കണ്ട് പിന്നെ കഴുകി വൃത്തിയാക്കൊണ്ട് മാത്രം കാര്യമില്ല. ഇത് ഉപകാരപ്പെടണമെങ്കിൽ ഇതിൻ്റെ ഉള്ളത്തൊരു സാധനം കൂടി എന്താക്കണം? അതേതാ? അല വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. അതിനെ പരിശുദ്ധമാക്കിയേ പറ്റൂ. എന്തിൽ നിന്നറിയോ നിങ്ങൾ? പാപത്തിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ തന്നെ വിചാരം തുടങ്ങണം, ഇപ്പോൾ തന്നെ തൗബ തുടങ്ങണം. കാരണം എന്താ അറിയോ, ഒരു തെറ്റ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഒരു തെറ്റ് ചെയ്തിട്ടാണ് റമദാനിലേക്ക് നമ്മൾ കയറുമ്പോൾ സുഹൃത്തുക്കളെ തൗഫീക്ക് കിട്ടൂല. ഹിർമാനു ത്വാഅ, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബ് ഇവിടെ തരുന്ന ശിക്ഷ എന്താ അറിയോ? നിങ്ങൾ ഇവിടുന്ന് തന്നെ തരുന്ന ശിക്ഷ എന്താ അറിയോ? നന്മകൾക്കുള്ള അവസരം കിട്ടുമ്പോഴും ചെയ്യാനുള്ള തൗഫീക്ക് കിട്ടൂല എന്നാണ്. അതുവരെ എല്ലാത്തൊരു ഊരവേദന അപ്പോൾ വരും, അതുവരെ എല്ലാത്തൊരു കുഴച്ചിൽ ആ സമയത്തുണ്ടാവും, അതുവരെ ഇല്ലാത്ത തട്ടും തടസ്സവും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് ഇല്ലാതെയായി പോകും. അതുവരെ എല്ലാത്ത ഹോസ്പിറ്റൽ കേസൊക്കെ ചിലപ്പോൾ ആ സമയത്ത് വരും, തൗഫീക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് എന്താ അറിയോ സുഹൃത്തുക്കളെ, ഇനിയിപ്പോൾ ഒന്നുമില്ല തന്നെ കൂടാ, ഒന്നുമില്ല. രഹസ്യ ജീവിതത്തിൽ പാപങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടിയ ആളെങ്ങനെയാണ് റമദാനിൽ പോയിട്ട് കൈ കെട്ടുക? അവനക്ക് എങ്ങനെ ഇതൊക്കെ ലക്ഷ്യം വെച്ചും കണ്ട് ചെയ്യാൻ പറ്റുക? മനസ്സനുവദിക്കൂല. അതുകൊണ്ട് എന്താ അറിയോ, ഇപ്പം തുടങ്ങണം നമ്മൾ. പടച്ചവൻ, എൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ നിന്നോട് ഏറ്റു പറയണം റബ്ബേ.
റഹ്മാനായ റബ്ബേ, വാരിക്കോരി പുണ്യങ്ങൾ വിതരപ്പെടുന്ന സമയങ്ങളിലേക്ക് എന്നെ നീ ബാക്കിയാക്കണേ റബ്ബേ. ഈ തെറ്റുകൾ കാരണം ഒരു നന്മയും നീ തടഞ്ഞു വെക്കരുതേ റബ്ബേ എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. തെറ്റുകളാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അത് പരിഹരിക്കുവാനുള്ള മാർഗ്ഗങ്ങൾ എടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.